നമസ്കാരം. കഴിഞ്ഞ ദിവസം പാക് അധീന കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധ റാലി നടത്തിയതായി ഒരു വാർത്ത ഇന്ന് രാവിലെ തത്വമയി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധ റാലികൾ നടക്കുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ അതിലൊരു വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് ഹമാസ് നേതാവ് അദ്ദേഹം ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഖാലിദ് അൽ ഖദുമി എന്നൊരു ഹമാസ് നേതാവാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ ലഷ്കറെ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരൊക്കെ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതേ തുടർന്ന് തമാശയായിട്ടാണെങ്കിലും ചില ട്രോളുകളും വന്നിട്ടുണ്ട്. ഇത് പാക് അധീന കാശ്മീരിലായി പോയി, കേരളത്തിലാണെങ്കിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കേണ്ട മുതലാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്നുള്ള ചില തമാശകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മൾ പേടിച്ചിരുന്നത് സംഭവിച്ചിരിക്കുന്നു. കാര്യം പാക് അധീന കാശ്മീർ വരെ ഹമാസിലെ നേതാക്കൾ, അതും ഇന്ത്യ വിരുദ്ധ റാലിയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരം നിഴൽ യുദ്ധം നടത്തുന്ന ഭീകരരോടൊപ്പം ചേരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഈ ഒരു റാലി നൽകുന്ന ഒരു സന്ദേശം, ഇന്ത്യക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? തീർച്ചയായും ഇന്ത്യക്ക് ഒരു വലിയ ജാഗ്രതാ സന്ദേശമാണ് ഇത് നൽകുന്നത്. കാരണം ഈ ഖദുമി വന്നിരിക്കുന്നത് പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ കശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്നതാണ് പാക് അധീന കശ്മീർ. അവിടെയാണ് ഈ ഖദുമി എത്തിയിരിക്കുന്നത്, അതും ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിൽ. പാക് അധീന കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭവും നടക്കുന്നുണ്ട്, പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭവും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതും ഈ പാക് അധീന കശ്മീരിൽ നടന്നിരുന്നു. അതിനെയൊക്കെ അടിച്ചമർത്തിയതിന് ശേഷം, ഭീകര സംഘടനകളുടെ സഹായത്തോടു കൂടി അടിച്ചമർത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ, ലഷ്കറും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും എല്ലാം നേതൃത്വം നൽകുന്ന ഒരു റാലി സംഘടിപ്പിക്കുന്നത്. അതിലേക്ക് ഹമാസ് ഭീകരൻ എത്തുന്നത്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാക് അധീന കശ്മീരിലേക്ക് വന്നിട്ടുള്ള ഖദുമി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത് ഇറാനാണ്. ഹമാസും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി, അല്ലെങ്കിൽ ആ ഒരു സഹകരണം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസ് നിയോഗിച്ചിരിക്കുന്ന, ടെഹ്റാനിൽ നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഈ ഖദുമി എന്ന് പറയുന്ന ആൾ. ഹമാസ് എപ്പോഴും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഈ ഹിസ്ബുള്ളയെ പോലെ ഇറാൻ്റെ ഒരു പ്രോക്സി സംഘടന അല്ല ഹമാസ് ഒരു സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ ഇറാൻ്റെ അങ്ങേയറ്റത്തെ സഹായം നേടുന്ന, പിന്തുണ നേടുന്ന ഒരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇറാനും ഹമാസുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഊഷ്മളമാക്കാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിനിധിയാണ് ഇയാൾ. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമീനിയും അതുപോലെ തന്നെ ഇറാൻ്റെ മറ്റ് ഭരണാധികാരികളുമായിട്ടൊക്കെയുള്ള ബന്ധം നിലനിർത്തുക, ഇവർക്ക് ആവശ്യമുള്ള പണം അത് കാലാകാലങ്ങളിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടിങ്, ആയുധം, ഇതെല്ലാം സൈനികമായും രാഷ്ട്രീയമായിട്ടുമുള്ള സഹായം എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത് ഖദുമിയാണ്. സാമ്പത്തികമായിട്ടുമുള്ള സഹായം എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത് ഖദുമിയാണ്. ഈ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നടന്ന ഒരു റാലിയിൽ അദ്ദേഹത്തെ ബോധപൂർവം പങ്കെടുപ്പിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? അത് തീർച്ചയായും ഈ പറയുന്നത് പോലെ ഈ ടെഹ്റാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഖദുമി. ടെഹ്റാൻ്റെ പ്രതിനിധിയാണ് എങ്കിൽ പോലും ഖദുമി ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിക്കാനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ പരിശ്രമം നടത്തുന്ന ഒരു ഭീകരനാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ പലപ്പോഴും ഇസ്രായേലിനെ അത്ര കണ്ട് എതിർക്കുന്ന രാജ്യമല്ല. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ഇസ്രായേലിനെ ഭസ്മമാക്കണമെന്നും ഇതാണ് അയാളുടെ ഒരു ചിന്ത. എങ്ങനെയും ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ഖദുമിക്കുള്ളത്. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇസ്രായേലിനെതിരെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നയാളാണ് ഈ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ മറ്റ് ISIS പോലുള്ള, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ, ഇവരുമായിട്ടൊന്നും വലിയ രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാത്ത ഒരു സംഘടനയും കൂടിയാണ്. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തണം. കാരണം പലസ്തീനെ സംബന്ധിച്ചിടത്തോളം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പലസ്തീൻ്റെ മോചനമാണ് അവരുടെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ഈ പറയുന്ന ലഷ്കറിൻ്റെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ മോചിപ്പിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളുള്ള രണ്ട് അപകടകാരികളായ സംഘടനകൾ, ഈ ഭീകര സംഘടനകൾ ഇപ്പോൾ ഒത്തുചേരുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇസ്രായേൽ ഏതാണ്ട് ഹമാസിനെ അവസാനിപ്പിച്ചു.
ഹമാസിൻ്റെ പൂർണ്ണമായ ലീഡർഷിപ്പിനെ ഇല്ലാതാക്കി, ഹമാസിൻ്റെ രണ്ടാം നിര നേതാക്കളെ ഇല്ലാതാക്കുന്നു, ഹമാസിൻ്റെ ഒളിത്താവളങ്ങൾ ഇല്ലാതാക്കുന്നു, ഹമാസിനെ അങ്ങേയറ്റം എത്രത്തോളം നശിപ്പിക്കാൻ കഴിയുമോ അതിൻ്റെ പരമാവധി ആയി കഴിഞ്ഞു. ഇനി ഹമാസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഒരു സമാധാനം ഉണ്ടാക്കണം. അതാണിപ്പോൾ നടക്കുന്നത്. ആ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ സമാധാനം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ശക്തി പ്രാപിക്കാനുള്ള ഒരു വഴി തേടുകയാണ് ഹമാസ്. ഇപ്പുറത്തും ഇതുപോലെ തന്നെയാണ്. കശ്മീരിൽ നിന്നും ഇവരെയൊക്കെ തുരത്തി കഴിഞ്ഞു ഇന്ത്യ. മാത്രമല്ല കശ്മീരിൽ ഇവരുടെയൊക്കെ ഓപ്പറേഷൻ ഇപ്പോൾ വലിയ പരിധിയുണ്ട്. പാകിസ്ഥാനാകട്ടെ മറ്റ് ഭീകരവാദ സംഘടനകളിൽ നിന്നും വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ ലഷ്കറും അതുപോലെ തന്നെ ജയ്ഷും ഹമാസും എല്ലാം ഏതാണ്ട് തകർന്നടിഞ്ഞ നിലയിലാണ്. ലഷ്കർ ഇ തോയ്ബയുടെ നിരവധി ഭീകരരെയാണ് അജ്ഞാതർ കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ കൊന്നൊടുക്കിയത്. ഇങ്ങനെ ചിറകരിയപ്പെട്ട നിലയിൽ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഈ ഭീകര സംഘടനകളാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഒത്തുചേർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹമാസ് ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ഇവർ ഒത്തുചേരുമ്പോൾ എന്തായാലും പരസ്പര സഹകരണമാവുമല്ലോ അവിടെ. ഇതുവരെയും കശ്മീരിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലാത്ത ഹമാസ് ഇനിയിപ്പോൾ കശ്മീരിൻ്റെ മോചനത്തിനായി കൂടി ഇങ്ങോട്ട് സഹായിക്കും. അങ്ങനെ ഇസ്രായേലിൽ നിന്നും പലസ്തീനെ മോചിപ്പിക്കാനായി ഈ പറയുന്ന ലഷ്കറും ജയ്ഷും ISIS-ഉം ഒക്കെ തിരിച്ച് ഹമാസിനെയും സഹായിക്കും എന്ന ഒരു നിലയുണ്ടാക്കുക. അതിൻ്റെ ഒരുപക്ഷെ പ്രാഥമികമായ ചർച്ചകളും അതിൻ്റെ പ്രാഥമികമായ ഒരു പ്രയോഗവൽക്കരണവും ഒക്കെ ആയിരിക്കും ഈ ഒരു ചർച്ച കൊണ്ട്. ബോധപൂർവം ഇത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾ ഒരുമിക്കുകയാണ്, ഞങ്ങൾ ഒരു ഈ പറഞ്ഞ പോലെ ഹോളി വാർ, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഒരുമിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു സന്ദേശം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. കുമാർ, ഇവിടെയാണ് മറ്റൊരു കാര്യം നമ്മൾക്കറിയാം, കേരളത്തിൽ ഈ ഹമാസ് നേതാക്കളെ എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ് ചെയ്തതെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കണ്ടതാണ്. അന്തിച്ചർച്ചയിൽ മതവിദ്വേഷം ഉണ്ടായെന്ന് പറഞ്ഞ് PC ജോർജിനെ കുറച്ച് മണിക്കൂറെങ്കിലും അകത്തിട്ട പോലീസ് പക്ഷേ ഇത് കണ്ടില്ല എന്ന് നടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മറുവശത്ത് പരസ്യമായി ആ ഭീകരവാദ പ്രവർത്തനം പുറത്തു വന്നിരിക്കുകയും ചെയ്യുന്നു. കാര്യം ഭാരതത്തിനെതിരെ പോരാടുന്ന ഭീകര സംഘടനകളുമായിട്ടാണ് ഹമാസ് നേതാവ് അവിടെ കൈകൊടുത്തിരിക്കുന്നത്. അവരോടൊപ്പമാണ് ഇന്ത്യ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിലും കൂടുതൽ വ്യക്തമായ തെളിവ് എന്താണ് ഇനി വേണ്ടത്? എന്നിട്ടും ഇവിടെ ഇതുവരെ അവർക്കെതിരെ ഒരു ചെറു വിരൽ ഉയർത്താൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കായിട്ടില്ല എന്നുള്ളതാണ് ഏറെ അപകടകരമായ അവസ്ഥ. കേരളത്തിൽ ഇതുണ്ടാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമോ? അല്ല, പ്രത്യാഘാതമല്ല. ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ഹമാസിനൊപ്പം നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ ഇതിൻ്റെ അപകടം ഈ ഒരു സംഭവം കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ അവിടെ എന്തിനു വേണ്ടിയാണ് യുദ്ധം നടന്നത്? ഈ ഒക്ടോബർ 17-ാം തീയതി അവിടെ നടന്ന മനുഷ്യത്വഹീനമായ ഭീകരാക്രമണം. ആ ഭീകരാക്രമണമാണ് സംഘർഷത്തിൻ്റെ കാരണം. ആ ഭീകരാക്രമണത്തെ ഭീകരാക്രമണം എന്ന് പറയാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. അങ്ങനെ പറയുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രമുഖ CPM നേതാവ്, വനിതാ നേതാവ് അത്തരത്തിൽ ഭീകരാക്രമണമാണ് എന്ന് എഴുതിയപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം അവരെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു. ശശി തരൂർ അത് ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ആ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഹമാസിനെ അവരുടെ ഒരു ഹീറോകളായി കാണുകയാണ്. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടും അത് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഹമാസിനെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഹമാസിനെ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ എന്ന വാദം ഉയർത്തിക്കൊണ്ട് ഹമാസിനെ ഇവിടെ ഒരു ഹീറോ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ഹമാസിനെ പിന്തുണയ്ക്കണം എന്ന രീതിയിൽ ഇവിടെ വലിയ രീതിയിൽ ഹമാസ് അനുകൂല അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു. ഈ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചതാകട്ടെ, ഖത്തറിന് മുന്നിൽ നിന്ന് സംഘടിപ്പിച്ചതാകട്ടെ കേരളത്തിലെ അതിതീവ്ര മത സംഘടനകളാണ്. ഈ സംഘടനകളുടെ വച്ചു നീട്ടുന്ന വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസും LDF-ലെ ഘടകകക്ഷികളും UDF-ലെ ഘടകകക്ഷികളും എല്ലാം ഒന്നടങ്കം ഈ ഐക്യദാർഢ്യ സമ്മേളന റാലികളിൽ പങ്കെടുത്തു. ഈ റാലികളിൽ ഒന്ന് അഭിസംബോധന ചെയ്തത് മറ്റൊരു ഹമാസ് നേതാവാണ്. കേരളത്തിൽ ഹമാസ് നേതാവ് ഓൺലൈൻ വഴിയാണ് എങ്കിൽ പോലും റാലി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ പാക് അധീന കശ്മീരിൽ റാലിയെ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അവർ അല്പം വൈകിപ്പോയി എന്ന് വേണം. ഒരുപക്ഷേ ഈ ഹമാസിന്റെ ഈ ഒരു കാര്യം ഭാരതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒന്നുകൂടി ഭയപ്പെടുത്തുന്നത് നമ്മൾ കേരളീയരെയാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ഭയപ്പെടേണ്ടത് സത്യത്തിൽ നമ്മൾ കേരളീയർ എന്ന് പറയുമ്പോൾ ദേശീയവാദികളെ അല്ല. ഇതിനകത്ത് ഇതെങ്ങനെയായി തീരുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ത്യ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ കേരളത്തിലെ മത തീവ്രവാദ ശക്തികൾ, അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ശക്തികൾ, ഈ രാഷ്ട്രീയ ശക്തികൾക്ക് അവരുടെ നിലപാട് പുനഃപരിശോധിക്കാനുള്ള
ഒരവസരമാണ് കഴിഞ്ഞ ദിവസം പാക് അധീന കശ്മീരിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ഈ മത തീവ്രവാദ സംഘടനകളോടൊപ്പം നിൽക്കണമോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹമാസ് നേതാക്കളെ എന്തിന് ആനപ്പുറത്ത് എഴുന്നള്ളിക്കണം? കേരളത്തിൽ ഈ പറയുന്ന കൂണുപോലെ മുളച്ചു പൊന്തുന്ന മദ്രസകൾ, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ അതീവ രഹസ്യമായി കേരളത്തിൽ മദ്രസകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മദ്രസകളിലൂടെ പടച്ചുവിടുന്നത് ഈ പറയുന്നത് പോലെയുള്ള ഹമാസ് കുഞ്ഞുങ്ങളെയാണ്. ഹമാസിൻ്റെ നേതാക്കളെ നമുക്കെത്ര ദേശീയ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന് എത്ര ദേശീയ നേതാക്കളുണ്ട്, ഇവരൊക്കെ അവർക്ക് ഉയർത്തി കാണിക്കാമല്ലോ. അതിന് പകരം ഹമാസിൻ്റെ നേതാക്കളാണ് നിങ്ങൾ എന്താണ് മാതൃകയാക്കേണ്ടത് എന്ന് ആരോ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ആ ചെറുപ്പക്കാർ ഈ പടമേന്തി ആനപ്പുറത്ത് നടക്കില്ല. തീർച്ചയായും അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ രാഷ്ട്രീയമായി LDFും UDFും പിന്തുണയ്ക്കുകയാണ്. അവരുടെ മുഖത്തേറ്റ ഒരു അടിയാണ് ഇപ്പോൾ ഇത്. കാരണം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വിഘാതമാകുന്ന രീതിയിൽ, ഇന്ത്യയുടെ ഐക്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു ഹമാസ്. ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു, ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പോകുന്നു. അതിനവർ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളുമായി സന്ധി ചെയ്തിരിക്കുന്നു എന്ന സന്ദേശമാണ്, വ്യക്തമായ സന്ദേശം. ഇനിയും ഹമാസിനെ ആനപ്പുറത്ത് ഏറ്റു നടക്കുന്നവരെ പിണറായി വിജയൻ സർക്കാരും VD സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും പിന്താങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ഇവരും രാജ്യദ്രോഹികളായി മാറും എന്നേ പറയാം. അല്ല, അങ്ങനെ പിന്താങ്ങുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു മറുപടി പറയാനുള്ള ഒരു ആർജവമെങ്കിലും കാണിക്കണം. അത് ഇതുവരെ കാട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ ഹമാസ് അല്ല, ഇപ്പോൾ ആരിപ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാലും, ഇപ്പോൾ ഹമാസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും ഇസ്രായേലും കൂടെ ഒന്നിച്ച് തിരിച്ചടിക്കുമായിരിക്കും. ആ ഒരു രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുമായിരിക്കും. ഒരുപക്ഷെ ഹമാസ് ഇന്ത്യക്കെതിരെ നീങ്ങാത്തതും ഈ ഒരു ഭയം കൊണ്ടാവും. ഇന്ത്യയും ഇസ്രായേലും രഹസ്യമായി പോലും വലിയ പണ്ട് മുതലേ സൈനിക സഹകരണം ഉണ്ട്, ഇപ്പോൾ പരസ്യമായിട്ടുണ്ട്. ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ എന്ത് ചെയ്യും? രണ്ട് രാജ്യങ്ങളും സംയുക്തമായി ഇവരെ ഇല്ലാതാക്കും. അങ്ങനെ ഒരു ഇതിലേക്ക് വരികയാണ് കാര്യങ്ങൾ. ആ ഒരു നീക്കത്തിൽ ഹമാസിനൊപ്പം നിൽക്കണമോ അതോ നമ്മുടെ സ്വന്തം രാജ്യത്തിനോടൊപ്പം നിൽക്കണമോ എന്നുള്ളതാണ് ഈ ചോദ്യം. അവസാനം ഒരു കാര്യം കൂടെ കുമാർ, ഈ 2014 മോദി വന്നതിന് ശേഷം, മോദിയുടെ ആദ്യ ഗവൺമെന്റ് വന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ഈ രാജ്യത്തുടനീളം ഭീകരവിരുദ്ധ പോരാട്ടം. അതായത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഭരണകാലത്ത് ഇവിടെ മുച്ചൂടും പിടിച്ച് വ്യാപരിച്ചിരുന്ന ഒരു ഭീകര സംഘടനകളുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ ഘട്ടം ഘട്ടമായി ഒതുക്കി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഈ ലഷ്കറുടെയും ജെയ്ഷയുടെയും ഒക്കെ പേര് പറയുന്നുണ്ടെങ്കിൽ ഇന്നൊന്നും അവർ വലിയ ശക്തിയൊന്നുമല്ല രാജ്യത്തിനകത്ത്. അപ്പോൾ ഹമാസ് ഒരു പുതിയ ശക്തിയായി ഇവർ പ്രൊജക്ട് ചെയ്ത് മുന്നിൽ നിർത്തുകയാണോ? ശരിക്കും പറഞ്ഞാൽ ഭാരത യുദ്ധത്തിൽ ശിഖണ്ഡി എന്ന ഒരു നപുംസകത്തെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന കൗരവരുടെ ഒരു ഗതികേടുണ്ടായിരുന്നു. ആ ഒരു ഗതികേടിലാണോ ഇപ്പോൾ ഈ പറഞ്ഞ ഭീകര സംഘടനകൾ? അത് തീർച്ചയായും ഈ പറയുന്ന ലഷ്കറിന്റെയും ജെയ്ഷയുടെയും അവസ്ഥ തന്നെയാണ്. അതിനേക്കാൾ പരിതാപകരമാണ് ഹമാസിന്റെ അവസ്ഥ. അപ്പോൾ ഈ പറയുന്ന മുറിക്കഷ്ണങ്ങൾ യോജിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ കഴിയുമോ എന്നാണ് ആലോചിച്ചത്. കാരണം വളരെ സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാന് ഈ പാക് അധീന കശ്മീർ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു. പാക് അധീന കശ്മീർ മാത്രമല്ല, ബലൂചിസ്ഥാൻ അടക്കം പാകിസ്ഥാൻ ഉടൻ നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നായിരിക്കാം ഒരുപക്ഷെ ഹമാസ് ഉൾപ്പെടുത്തുന്നതിലൂടെ ശ്രമിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിൽ ചൈനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ടാവും? ചൈനയ്ക്ക് പങ്കുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചൈന ഈ ഇത്തരത്തിലുള്ള അലോസരപ്പെടുത്തലുകളെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇത് വീഴ്ന്നു കിട്ടുന്ന അവസരങ്ങളാണ്. പക്ഷേ ചൈന പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം നമ്മുടെ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുമ്പോൾ ഇന്ത്യ വലിയ പടയൊരുക്കമാണ്. ഇന്ത്യയുടെ എല്ലാ ആയുധങ്ങളും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ നീക്കങ്ങൾ അറിയാൻ വേണ്ടി പാകിസ്ഥാൻ ചൈനയുടെ ഉപഗ്രഹത്തിൻ്റെ ആക്സസ് ആവശ്യപ്പെട്ടു. പക്ഷേ ചൈന അത് കൊടുത്തില്ല. ആ ഒരു സംഘർഷ സമയത്ത് ചൈന അത് കൊടുത്തില്ല. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യക്കെതിരെ പാക് അധീന കശ്മീർ പിടിച്ചെടുക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ പിടിച്ചെടുക്കും എന്നൊരു കിംവദന്തി വന്നിരുന്നു. ആ സമയത്ത് ചൈനീസ് ആയുധങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ അവർ അവസരം കണ്ടതുപോലെ പാകിസ്ഥാനെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു റിസ്ക് അവരുടെ രാജ്യത്തിനുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ തീവ്രവാദി സംഘടനകളുടെ ഒരു ഏകോപനം, അതാണ് ഈ ഖദുമിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഹമാസ് ഒറ്റപ്പെട്ട് കിടക്കരുത്. ഹമാസിന് ഇറാന്റെ പിന്തുണ വേണം. മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ വേണം. ഈ പറയുന്ന
ഹമാസിനും ഒരു കൈത്താങ് ആവശ്യമുണ്ട്. ഹമാസ് അതിന്റെ അതാണല്ലോ അതാണ് ഈ ഖദുമിയുടെ ലക്ഷ്യവും. ഉം. ഖദുമിയുടെ ഉദ്ദേശം ഹമാസിനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. ആ സമയത്ത് ഖദുമിക്ക് തിരിച്ച് ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പറയുന്ന ഭീകര സംഘടനകളെ സഹായിക്കുക എന്നുള്ളത്. എന്നും ധർമ്മയുദ്ധം നടക്കുമ്പോൾ ആ ധർമ്മയുദ്ധത്തിൽ വിജയിച്ച ഒരു പാരമ്പര്യമാണ് മഹത്തായ നമ്മുടെ രാജ്യത്തിനുള്ളത്, രാഷ്ട്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യവും ഇങ്ങനെ ആരൊക്കെ പടക്കോപ്പ് കൂട്ടിയാലും അതിനെയൊക്കെ അതിജീവിച്ച് വരാനുള്ള ഒരു ശക്തി നമ്മുടെ രാജ്യത്തിനുണ്ട്. വെറുതെ ഈ പറഞ്ഞതുപോലെ, നേരത്തെ കുമാർ പറഞ്ഞതുപോലെ, ഹമാസ് എന്തെന്നറിയാതെ, ഹമാസിന്റെ അകംപൊരുൾ എന്തെന്നറിയാതെ അതിലേക്ക് എടുത്തു ചാടാൻ കൊതിച്ചു നിൽക്കുന്ന കേരളത്തിലെ ആൾക്കാരോടാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് ഹമാസ് എന്ന് മനസ്സിലാക്കൂ, അതിനുശേഷം ഹമാസിനെ പിന്തുണയ്ക്കൂ. പിന്നെ നമുക്ക് ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ കയറാം. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.